ബേജ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ഒരു എൽ ഷേപ്പ് വരുന്ന രീതിക്കാണ് ഞങ്ങൾ ഈ കിച്ചൺ ഡിസൈൻ ചെയ്തേക്കുന്നത്. നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു പാൻട്രി യൂണിറ്റ് ആണ് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഓവൻ യൂണിറ്റ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ താഴെ നമ്മൾ വിക്ക ബാസ്ക്കറ്റ് ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു സൈഡിൽ തന്നെയാണ് ഹുഡും ഹോബും വരുന്നത്. അവിടെ നമ്മൾ കട്ട്ലറി യൂണിറ്റും അതുപോലെ ടാൻഡവും കൊടുത്തിട്ടുണ്ട്. ഒരു പുൾ ഔട്ടും ആണ് സൈഡിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ബോട്ടം യൂണിറ്റിന് നമ്മളൊരു ബേജ് കളറും ടോപ്പിലേക്ക് വന്നപ്പോൾ വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് എടുത്തേക്കുന്നത്. ലോഫ്റ്റിന് നമ്മൾ ആ സെയിം ഒരു ബേജ് കളർ ടോണിൽ തന്നെ എടുത്തേക്കുന്നത്. ഡൈനിങ്ങിൽ നിന്ന് നേരെ വ്യൂ വരുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രൊഫൈൽ ഗ്ലാസ് ഡോർ കൊടുത്ത് ഒരു ക്രോക്കറി കൺസെപ്റ്റിലാണ് ഈ ഒരു ഡോസ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. സിങ്ക് വന്നേക്കുന്ന സൈഡിലായിട്ട് നമ്മൾ ഡിഷ് വാഷിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടാൻഡംസ് ആണ് എക്സ്ട്രാ കൊടുത്തേക്കുന്നത്. ഇവിടെ നമ്മൾക്ക് ഓൾറെഡി ഒരു വോൾ ഉണ്ടായിരുന്നു, ഒരു കിച്ചൺ വർക്ക് ഏരിയ എന്നുള്ള കൺസെപ്റ്റിൽ. സോ നമ്മൾ ആ വോള് ഒന്ന് നിർത്തിക്കൊണ്ട് തന്നെ നമ്മളൊരു ജസ്റ്റ് ഒരു ഏരിയ എന്നുള്ള രീതിക്ക് തന്നെയാണ് വർക്ക് ഏരിയ എടുത്തേക്കുന്നത്. അത് കിച്ചൻ്റെ ഒരു പാർട്ട് എന്നുള്ള രീതിക്ക് തന്നെ നമ്മൾ എടുത്തേക്കുന്നത്. അവിടെ വാഷിംഗ് മെഷീനും അതുപോലെ ജസ്റ്റ് ഒരു കൗണ്ടർ മാത്രമായിട്ടാണ് കൊടുത്തേക്കുന്നത്. മോസ്റ്റ്ലി നല്ല സ്പേഷ്യസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ ചൂസ് ചെയ്തേക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് ഫുൾ ബോഡി വെട്രിഫൈഡ് സ്ലാബാണ്. അതുപോലെ വെട്രിഫൈഡ് ടൈലാണ് നമ്മൾ ഡാഡോ ടൈൽസ് ആയിട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ കിച്ചൺ നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നണമെങ്കിൽ ഈ ഒരു ലൈറ്റ് വാം ടോണിലുള്ള കളർ ചൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല വോളിയം ഫീൽ ചെയ്യും. ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ട് ക്ലയൻറ്റിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ ചെയ്തൊരു കിച്ചണാണ്. അപ്പോൾ ഇതുപോലെയുള്ള എൻക്വയറീസിനെ എക്സലൻറ്റ് ഡീറ്റെയിൽസിനെ കോൺടാക്ട് ചെയ്യുക.